കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന LGS എക്സാമിന് 20 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുണ്ടായിരുന്നു. ശ്രദ്ധിച്ചല്ലോ. ഇനി നവംബർ 30-നും കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് നടക്കാൻ പോകുന്ന എക്സാമിന്. അത് കഴിഞ്ഞ് ഡിസംബർ 28-ന് വരുന്ന 10th പ്രിലിംസ്, അതിനെ സംബന്ധിച്ചിടത്തോളം 10 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും. ഈ 2 പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും ഒരു പുതിയ പങ്ക്തിയാണ്. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഞാൻ രഘുനന്ദനൻ MV വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു കാര്യം കൂടി പറയാം. 2024 ഡിസംബർ 28 നടക്കുന്ന 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി ഇനി എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം, ഓരോരോ ടോപ്പിക്സിലായി. അതുപോലെ തന്നെ 2025 സർക്കാർ ജോലി എന്നുള്ള സ്വപ്നവുമായി നിങ്ങൾക്ക് സഹായകവുമായി എത്തുകയാണ് നമ്മളൊരു പങ്ക്തി നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത ഓരോ 5 മുതൽ 7 ദിവസം കൊണ്ട് ഓരോ ടോപ്പിക്ക് കഴിയുന്ന രീതിയിലാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് തരും. നിങ്ങൾക്ക് യൂട്യൂബോ റാങ്ക് ഫയലോ ഉപയോഗിച്ചുകൊണ്ട് അത് കംപ്ലീറ്റ് ആക്കി അന്ന് തന്നെ നിങ്ങൾക്കൊരു എക്സാം ചെയ്യാം. 6-7 ദിവസം കൂടുമ്പോൾ നമ്മൾ അതുവരെ ചോദിച്ച തന്ന 5 മുതൽ 7 ദിവസം വരെ തന്നിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളെ അടിസ്ഥാനമാക്കി, ഓരോ പ്രത്യേക ടോപ്പിക്കുകളെ അടിസ്ഥാനമാക്കി അതുവരെ ചോദിച്ച PSC പരീക്ഷകളുമായിട്ട് ഒരു റിവിഷൻ ഓൺലൈനിൽ ലൈവായിട്ട് നടത്തും. അത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നതിനുമായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുക. വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ എല്ലാ വിശദവിവരങ്ങളും നൽകും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ഹേമലതയാണ്. ഹേമലതയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പഴയ ദൂരദർശനമൊക്കെ കണ്ടവർക്കറിയാം ഹേമലതയാണ്. എന്തുകൊണ്ട് ഈ ചോദ്യം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു PSC പരീക്ഷകളിൽ അല്ലെങ്കിൽ അടുത്ത പരീക്ഷകളിൽ? ഈ പ്രശസ്തരായ ഹേമലത ഈ കഴിഞ്ഞ 2023 ഡിസംബറിലാണ് എന്ത് ചെയ്തത്? വിരമിച്ചത്. ദൂരദർശനിൽ നിന്ന് വിരമിച്ചത്. അങ്ങനത്തെ ചോദ്യങ്ങൾ, ഇങ്ങനെ പ്രശസ്തരായ അല്ലെങ്കിൽ വ്യതിരിക്തമായ വ്യക്തിത്വങ്ങൾ വിരമിക്കുമ്പോൾ, അവരുടെ വിയോഗമുണ്ടാകുമ്പോൾ അതിനെ നേരിട്ട് ചോദിക്കാതെ അവരുടെ ആ നേട്ടത്തെ അല്ലെങ്കിൽ അവരെ സവിശേഷമാക്കുന്ന ആ കാര്യത്തെ PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഹേമലതയെ ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃതിം ആണ്. AI ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് PSC ബുള്ളറ്റിനിൽ വരുന്നത് കൃതിം ആണ് ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി AI എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. അതിൽ ബഹുഭാഷ എന്നാണെന്നും ഓർത്തു വയ്ക്കണം, നിർമ്മിത ബുദ്ധി ആണെന്നും ഓർത്തു വയ്ക്കണം. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃതിം എന്ന് ഓർത്തു വയ്ക്കുക. തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ഏത് ചിത്രത്തിനാണ് ലഭിച്ചത്? പലതവണ സുവർണ ചകോരം ഈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം അല്ലേ പരീക്ഷയ്ക്ക് വരാറുണ്ട്. സാധാരണ മറ്റൊരു ചോദ്യം വരാറുണ്ട്, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എവിടെയാണ് നടക്കാറ്? തിരുവനന്തപുരം. സ്ഥിരവേദി തിരുവനന്തപുരത്താണ്. ഓക്കെ, അതും വരാറുണ്ട്. ഡിസംബർ മാസത്തിലാണ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം സ്ഥിരമായി തിരുവനന്തപുരത്ത് നടക്കുക. ഓർമ്മിക്കുക, ഇവിടെ സുവർണ ചകോരം ലഭിച്ചത് അതിലെ ചിത്രം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ള ചിത്രത്തിനാണ് സുവർണ ചകോരം ലഭിച്ചത്. ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ജപ്പാൻ ചിത്രമാണ് കേട്ടോ. ജപ്പാൻ ചിത്രമാണ് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് ഓർത്തു വയ്ക്കണം. അത് കൂടാതെ നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടത് മേളയിലെ രജത ചകോരം, സുവർണ ചകോരം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. രജത ചകോരം ആർക്കായിരുന്നു എന്നറിയാം? രജത ചകോരം മലയാളി സംവിധായകൻ ഫാസിൽ. ആ ഫാസിൽ റസാക്കിൻ്റെ തടവ് എന്ന ചിത്രത്തിനാണ് കേട്ടോ. തടവിനാണ് രജത ചകോരം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. രജത ചകോരം ഏതിനാണ്? തടവിനാണ്. ഓർത്തിരിക്കുക. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടത്തിനാണ് നെറ്റ്പാക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആർക്കാണ്? ആട്ടം. ആനന്ദ് ഏകർഷി മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം. കേരള സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലാണ് വർഷം തോറും നടത്തി വരുന്ന ഒരു അന്തർദേശീയ മേളയാണ് കേരള അന്തർദേശീയ ചലച്ചിത്രോത്സവം. ഇത് തുടങ്ങുന്ന കാലത്ത് ആരായിരിക്കും? സാംസ്കാരിക വകുപ്പായിരുന്നില്ല. ചലച്ചിത്ര അക്കാദമിയുടെ മറ്റേ സ്ഥാപനത്തോടെ മേള അക്കാദമി
നടത്തി വരുന്നുണ്ട്. 1996 ചലച്ചിത്രോത്സവം ആരംഭിക്കുന്നത്. 1998 എന്ത് ചെയ്യുന്നത്, ചലച്ചിത്ര അക്കാദമിയുടെ സ്ഥാപനത്തോടുകൂടി മേള അക്കാദമി ഏറ്റെടുത്ത് വരുന്നത്. അപ്പോൾ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയാണ് ഇത് സംഘടിപ്പിച്ചു വരുന്നത്. തിരുവനന്തപുരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേളയുടെ സ്ഥിരം വേദി. എല്ലാ മാസവും എല്ലാ വർഷവും ഡിസംബർ 2ാമത്തെ വെള്ളിയാഴ്ച തുടങ്ങി ഒരാഴ്ചയാണ് അന്തർദേശീയ ചലച്ചിത്രോത്സവം. ഓർക്കുക, അതിന് IFFK ആണ്, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. IFFK വലിയ പരിപാടിയാണ്, ധാരാളം ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ്. 2024 UN ജൈവ വൈവിധ്യ സമ്മേളനത്തിന്റെ വേദി കാലി ആണ്. ഓർത്തു വയ്ക്കാൻ എളുപ്പമുള്ളൊരു പേരാണ് അല്ലേ, കാലിയാണ് 2024 UN ജൈവ വൈവിധ്യ സമ്മേളനത്തിന്റെ വേദി. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയും ഈ സമ്മേളനത്തിന്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഈ അടുത്ത കാലത്തായിട്ട് PSC പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതിൽ തന്നെ ഈ കോപ്പിന്റെ വേദി ചോദിക്കാറുണ്ട്. ഇത് COP 16. COP എന്ന് പറഞ്ഞാൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 16. ഓക്കെ, അപ്പോൾ കൊളംബിയയിലാണ് നവംബർ മാസത്തിലാണ് നടന്നത്. 2024 ഒക്ടോബർ മുതൽ നവംബർ വരെ കൊളംബിയയിലാണ് നടന്നത്. ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ആണിത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊളംബിയയിലാണ് നടന്നത്. ഓക്കെ, ഇന്ത്യയുടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവാണ്. ഇന്ത്യയുടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ആരാണ്? ഭൂപേന്ദർ യാദവാണ്, മറക്കണ്ട. ഇനി മറ്റ് 2 ഉച്ചകോടികൾ കൂടി നിങ്ങൾ ഓർക്കുക. 2024 ലോക ക്ഷീര ഉച്ചകോടി 2024 ലോക ക്ഷീര ഉച്ചകോടി നടന്നത് പാരീസിലാണ്. 2024 ലോക ക്ഷീര ഉച്ചകോടി നടന്നത് എവിടെയാണ്? പാരീസിലാണ്. 2024 പ്രതിമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. പ്രതിമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി. 16ാമത് ബ്രിക്സ് ഉച്ചകോടി 2024 ഒക്ടോബറിൽ റഷ്യയിലെ എവിടെ നടന്നു? കസാക്കിസ്ഥാനിൽ നടക്കും കേട്ടോ. ഓക്കെ, 16ാമത് ബ്രിക്സ് ഉച്ചകോടി ഓർത്തു വയ്ക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതിയ വേതന നിരക്ക് എത്രയാണ്? 346 രൂപയാണ്, മറന്നു പോകണ്ട. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിൻ്റെ പുതിയ വേതന നിരക്ക് 346 രൂപയാണ്. ഇപ്പോൾ കേരളമല്ല ഏറ്റവും കൂടുതൽ പൈസ നൽകുന്നത്, ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം നൽകുന്ന സംസ്ഥാനം. ഹരിയാനയാണ്. ഹരിയാന നൽകുന്ന രൂപ 374 രൂപ നൽകുന്നുണ്ട് ഹരിയാന. കേരളം നൽകുന്നത് 346 രൂപയാണ്. മോശമല്ല. തൊഴിലുറപ്പ് വേതനം കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? നാഗാലാൻഡാണ് തൊഴിലുറപ്പ് വേതനം കുറഞ്ഞ സംസ്ഥാനം. ഏറ്റവും കുറഞ്ഞ തൊഴിലുറപ്പ് വേതനം കൊടുക്കുന്നത് 234. അപ്പോൾ കേരളം എത്രയാണ്? 346. ഓർത്തു വയ്ക്കുക. ഏറ്റവും കൂടുതൽ നൽകുന്നത് ആരാണ്? ഹരിയാന 374. നാഗാലാൻഡ് നൽകുന്നത് എത്രയാണ്? ഏറ്റവും കുറഞ്ഞ വേതനമാണ് 234. അപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മികവിന് പുരസ്കാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്താണ്. പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്തിനാണ് എന്ത് നൽകിയത്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മികവിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട, മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്നിവയ്ക്ക് ലഭിച്ചു കേട്ടോ. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള കേരളത്തിലുള്ള പുരസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട, മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്നിവയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. നഗരമേഖലയിലെ മികവിനുള്ള മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, അവിടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം അത് നഗരമേഖലയിൽ നിങ്ങൾക്കറിയാം അതെന്താണ്? മഹാത്മാ അയ്യങ്കാളി പുരസ്കാരമാണ്. അത് കൊല്ലം കോർപ്പറേഷനാണ്. മുനിസിപ്പാലിറ്റികളിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണ് 1ാം സ്ഥാനം. അപ്പോൾ 6 കോർപ്പറേഷനുകളിൽ കൊല്ലത്തിനാണ് 1ാം സ്ഥാനം. മുനിസിപ്പാലിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 87 മുനിസിപ്പാലിറ്റികളിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണ് 1ാം സ്ഥാനം. പഞ്ചായത്ത് രാജ് കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? പഞ്ചായത്ത് രാജ് കമ്മിറ്റി പണ്ടത്തെ പഞ്ചായത്ത് രാജ് അന്ന് വേറെയാണ്. ഇപ്പോൾ നിലവിലൊരു കമ്മിറ്റി ഉണ്ട്, പഞ്ചായത്ത് രാജ് കമ്മിറ്റി അധ്യക്ഷൻ ശശി തരൂരാണ്. ഓർത്തു വയ്ക്കുക. വിവിധ കമ്മിറ്റികളുണ്ട് പാർലമെന്റുകളിൽ, അത് മുഴുവൻ ഓർത്തിരിക്കണം. അതിൽ നിങ്ങൾ നിർബന്ധമായും ഓർത്തിരിക്കേണ്ട ഒരു കമ്മിറ്റിയാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ
ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പരൺജിത്ത് സിംഗ് ചാനിയാണ് കേട്ടോ. പരൺജിത്ത് സിംഗ് ചാനി, പേര് മറന്നു പോകണ്ട. പരൺജിത്ത് സിംഗ് ചാനിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഗ്രാമവികസന, അപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഗ്രാമവികസന പഞ്ചായത്ത് രാജ് കമ്മിറ്റി അധ്യക്ഷൻ അത് സപ്തഗിരി ശങ്കറാണ്. സപ്തഗിരി ശങ്കർ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ അത് ഓർത്തു വെക്കണം, പലപ്പോഴും PSC ചോദിക്കാറുണ്ട്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അധ്യക്ഷൻ KC വേണുഗോപാലാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം പരീക്ഷയ്ക്ക് വരാം. KC വേണുഗോപാൽ നമുക്കറിയാലോ, കേരളത്തിൽ നിന്നുള്ള MP ആണ്. പാർലമെന്ററി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ദിഗ്വിജയ് സിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ദിഗ്വിജയ് സിംഗ് ആണ് അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് മൃഗക്ഷേമ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ. 17ാം ലോകസഭയിൽ കാർഷിക ഭക്ഷ്യ സംസ്കരണ മൃഗക്ഷേമ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം വഹിച്ചത് മലയാളിയായ MP ശശി തരൂരാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി ആരാ അറിയാമോ? ഒലെഗ് കൊനാനെൻകോ. എവിടെയുള്ള ആളാണെന്നാണ് തോന്നുന്നത്? ഒലെഗ് കൊനാനെൻകോനെ കേൾക്കുമ്പോൾ തന്നെ. ഒലെഗ് കൊനാനെൻകോ റഷ്യയാണ് കേട്ടോ. റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലെഗ് കൊനാനെൻകോ, മറക്കണ്ട. ഏതാണ്? റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ്. ബഹിരാകാശത്ത് എത്ര സമയമാണ് ഇദ്ദേഹം ചെലവഴിച്ചതെന്ന് അറിയാമോ? 878 മണിക്കൂറാണ്. 878 മണിക്കൂർ, 878 മണിക്കൂറല്ല, 878 ദിവസം. 878 ദിവസവും 12 മണിക്കൂറുമാണ് ഇദ്ദേഹം ബഹിരാകാശത്ത് ചെലവഴിച്ചത്. ബഹിരാകാശത്ത് ആദ്യം എത്തിയ സഞ്ചാരി നമുക്കറിയാം യൂറി ഗഗാറിനാണ്. പക്ഷേ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി 878 ദിവസവും 12 മണിക്കൂറും ചെലവഴിച്ച ആരാണ്? ഒലെഗ് കൊനാനെൻകോ ആണ് എന്നോർക്കുക. അദ്ദേഹം 2008-ലാണ് 58-കാരൻ യാത്ര ആരംഭിച്ചത് കേട്ടോ. 2008-ലാണ് 58-കാരനായിട്ടുള്ള ഒലെഗിന്റെ ബഹിരാകാശ യാത്ര ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ അത് ഓർക്കുക. സോയൂസ് മിഷന്റെ ഭാഗമായാണ് ഒലെഗ് ബഹിരാകാശത്ത് എത്തിയത്. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിനാണ് ഇപ്രാവശ്യവും അവാർഡ് 1ാം സ്ഥാനം. എത്രാം തവണയാണ് കേരളം ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനത്തെത്തുന്നത്? 2ാം തവണയാണ്. കഴിഞ്ഞ വർഷവും കേരളത്തിന് തന്നെയായിരുന്നു 1ാം സ്ഥാനം. ഭക്ഷ്യസുരക്ഷാ സൂചിക എന്ന് പറഞ്ഞാൽ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഇൻഡെക്സ്, അതാണ് അതിന് പറയുക. ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ്, അതാണ് അതിന് പറയുക. ഇത് ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട് കേട്ടോ. ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ, അതാണ് ഭക്ഷ്യസുരക്ഷാ സൂചിക തയ്യാറാക്കുന്നത്. ആ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന് 2ാമത്തെ തവണ തുടർച്ചയായി 1ാം സ്ഥാനം കിട്ടി, ഓർത്തിരിക്കുക. നിലവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ആരാണ്? അത് മൻസുഖ് മാണ്ഡവ്യ ആണ്. നിലവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? മൻസുഖ് മാണ്ഡവ്യ ആണ്. ഇപ്പോഴത്തെ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അഫ്സാന പർവീണാണ്. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ആരാണ്? അഫ്സാന പർവീണാണ്. എത്ര വയസ്സിന് മുകളിലുള്ളവരാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിന്റെ ഗുണഭോക്താക്കൾ? ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് മുതിർന്ന പൗരന്മാർക്ക് നൽകുന്നത്. 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് ആർക്ക്? 70 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് നൽകുന്നത്. അത് 70 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്കാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പേര് ആയുഷ്മാൻ ഭാരതാണ്. ആയുഷ്മാൻ ഭാരത് എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആ ആയുഷ്മാൻ ഭാരത്
70 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നൽകുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കുടുംബത്തിന്റെ വരുമാന പരിധി ഒന്നും ഇതിന് ബാധകമായിരിക്കില്ല. കുടുംബത്തിന് എത്ര വരുമാനമുണ്ട് അത്തരം കാര്യങ്ങളൊന്നും തന്നെ ബാധകമായിരിക്കില്ല. അപ്പോൾ എത്ര വയസ്സാണെന്ന് ഓർക്കണം. ആ വയസ്സ് മറക്കണ്ട, 70 ഇയേഴ്സ് ആണ് കേട്ടോ. എത്ര വയസ്സാണ്? 70 വയസ്സാണ്. മാത്രമല്ല സ്വകാര്യ ഇൻഷുറൻസ് ഉള്ളവർക്കും ESI സ്കീമിന്റെ ഭാഗമായിട്ടുള്ളവർക്കൊക്കെ ഈ പദ്ധതി കിട്ടും. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് അല്ലെ, പുതിയ ചീഫ് ജസ്റ്റിസ് വന്നു. ജസ്റ്റിസ് നിതിൻ മദഗർ ജാംദാർ ആണ്. ആരാണ്? ജസ്റ്റിസ് നിതിൻ മദഗർ ജാംദാർ ആണ് കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ബജറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കേരള PSC പതിവായി വരുന്നുണ്ട്. ഈ അടുത്ത് 2024-25 കേരള ബജറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം. കേരള ബജറ്റ് അവതരിപ്പിച്ച തീയതി അടക്കം അറിയണം. കേരള ബജറ്റ് അവതരിപ്പിച്ച തീയതി എന്നാണ് 2024 ഫെബ്രുവരി മാസമാണ്. 2024 ഫെബ്രുവരി 6-നാണ് കേരള ബജറ്റ് അവതരിപ്പിച്ചത് കേട്ടോ. ഫെബ്രുവരിയിലാണ് അവതരിപ്പിക്കുക. ആ ഫെബ്രുവരി 6-നാണ്. ഓക്കെ. അപ്പോൾ ഈ ബജറ്റിന്റെ പുറംചട്ട, ആ പുറംചട്ടയിൽ എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ആ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എങ്ങനെയാണ് തുടങ്ങുന്നത്? നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. ഇതാണ് ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്ന ആമുഖ വാചകം അല്ലെ. ആ ആമുഖത്തിലെ വാചകമായിരുന്നു ബജറ്റിന്റെ പുറംചട്ടയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ചിത്രം, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാരംഭിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ചിത്രം, അതങ്ങനെ എഴുതിയിട്ടുള്ള ആമുഖത്തിന്റെ ചിത്രമാണ് എന്തായിട്ട് കൊടുത്തിരുന്നത്? ബജറ്റിന്റെ പുറംചട്ടയിൽ കൊടുത്തിട്ടുള്ളത് എന്നോർക്കുക. ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി കുടിശ്ശിക പിരിക്കാൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു അല്ലെ. സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായതുകൊണ്ട് നികുതി കുടിശ്ശിക പിരിക്കാനൊക്കെ ഒരു വലിയ പരിപാടി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ചോദിക്കും. അതിൻ്റെ പേരാണ് ആംനെസ്റ്റി 2024 എന്നുള്ളതാണ് നികുതി കുടിശ്ശിക പിരിക്കാനുള്ള പദ്ധതിയുടെ പേര്. ആംനെസ്റ്റി 2024. ഈ ബജറ്റിനൊരു പ്രത്യേകതയുണ്ട്. 2024-25 ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് കേരളമാണ്. ആദ്യത്തെ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് കേരളമാണ് എന്നോർക്കുക. ആദ്യമായാണ് ഒരു സംസ്ഥാനം പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ പാരിസ്ഥിതിക ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? കേരളമാണ്. എന്നാൽ ആദ്യമായി കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ചത് ഉത്തർപ്രദേശാണ്. ഓർത്തുവയ്ക്കണം, കടലാസ് രഹിത ബജറ്റ്, ആദ്യത്തെ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഏത് സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിലാണ് എക്സൈസ് വകുപ്പ് നാളത്തെ കേരളം ലഹരി വിമുക്ത കേരളം തീവ്ര ബോധയത്നവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്? നാളത്തെ കേരളം ലഹരി വിമുക്ത കേരളം നവകേരളം, നാളത്തെ കേരളം ലഹരി മുക്ത നവകേരളം എന്ന തീവ്രയത്ന പരിപാടി സംഘടിപ്പിച്ചത് വിമുക്തി മിഷനാണ്. വിമുക്തി മിഷനെ നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കണം. ലഹരി മുക്ത കേരളം, അത് കേൾക്കുമ്പോൾ തന്നെ വിമുക്തി മിഷനെ ഓർക്കണം. ലഹരി മുക്ത കേരളം. അപ്പോൾ ലഹരി മുക്ത കേരളം, ആ ലഹരി മുക്ത കേരളം നാളത്തെ കേരളം ലഹരി മുക്ത നവകേരളം കേട്ടോ. ഏതുമായി ബന്ധപ്പെട്ടാണത്? വിമുക്തി മിഷനാണ്. 2018 വിമുക്തി മിഷൻ ഡി അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിച്ചത് കേട്ടോ. 2018 ഡി അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിക്കുന്നത്, അതായത് താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ കിടത്തി ചികിത്സ ഉണ്ട്, അവിടെ OP സൗകര്യമുണ്ട്, മരുന്നുണ്ട്, യോഗ തുടങ്ങിയ പരിശീലനങ്ങൾക്കുള്ള സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ നൽകാൻ, അതായത് മറ്റ് മയക്കുമരുന്നിൽ നിന്ന് വിടുതൽ നേടുന്നവന് വേണ്ടിയിട്ടുള്ള സഹായമാണ് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതൊക്കെ നോക്കാം. മാനസികോല്ലാസത്തിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം. കാരണം കുടിവെള്ളമൊക്കെ നമുക്ക് ആവശ്യമായി വന്നു, അതിനുള്ള പദ്ധതി വന്നു തുടങ്ങി. ആ പദ്ധതിയുടെ പേരാണ് സുജലം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഏകദേശം ജനുവരിയിലാണ് ഈ പ്രോഗ്രാം വന്നിട്ടുള്ളത്. 2024 ജനുവരിയിലായതുകൊണ്ട് തന്നെ ഈ പദ്ധതി ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്.
2024 ജനുവരിയിൽ തന്നെ വന്നൊരു പ്രോഗ്രാമാണ് ശരണബാല്യം. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ഓക്കെ, താങ്ക് യു ആൾ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നാളെ ഒരു പുതിയ ടോപ്പിക്കായിരിക്കും 10th പ്രിലിംസിന് വേണ്ടിയിട്ട്. ഓക്കെ, വീണ്ടും നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. ഓക്കെ, ഏത് ടോപ്പിക്കാണ് ഇനി നിങ്ങൾക്ക് പെട്ടെന്നൊരു ക്വിക്ക് റിവിഷന് വേണ്ടി ഏത് ടോപ്പിക്കാണ്, ഏതെങ്കിലും സ്പെഷ്യൽ ടോപ്പിക് എടുക്കണോ, അതൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ എടുക്കും. വീണ്ടും നമുക്ക് നാളെ കാണാം.